ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് 4 പേരും കൂടി അമ്പൂന്റെ അംഗൻവാടിയിലെ കലോത്സവത്തിന് പോവാണ് കേട്ടോ. കുഞ്ഞ് ആകെ 2 ഐറ്റത്തിനാണ് പങ്കെടുക്കുന്നത്. ഒന്ന് ഫാൻസി ഡ്രസ്സിനും ഒന്ന് സിനിമാറ്റിക് ഡാൻസിനുമേ. അങ്ങനെ നമ്മൾ കലോത്സവം നടക്കുന്ന സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേനും അമ്പൂന് ഊഞ്ഞാല് കിട്ടി കേട്ടോ കളിക്കാൻ. അങ്ങനെ അപ്പുറത്തൊരു സുന്ദരി മോളും ഉണ്ടായിരുന്നു കേട്ടോ അവന്റെ കൂട്ടിന്. അപ്പോഴത്തേനും നമ്മുടെ സിനിമാറ്റിക് ഡാൻസിനുള്ള കുട്ടികളെ ഒരുക്കാനെ കൊണ്ട് അവർ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്പുക്കുട്ടനെ കൈലിയും തോർത്തും ബെന്നിനെയൊക്കെ ഉടുപ്പിച്ച് കുഞ്ഞു മീശയൊക്കെ വരച്ചു കൊടുത്ത് കണ്ണാടി നോക്കിയപ്പം ആൾക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇതാണ് അവനൊരു ഫൈനൽ ലുക്ക്, എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പം നമ്മുടെ ഡാൻസ് ടീമാണ് കേട്ടോ ഇത്. കൂടാതെ നമ്മുടെ ടീച്ചേഴ്സിന് നല്ല അടിപൊളി ഡാൻസ് സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അമ്പൂന്റെ ഒക്കെ ചെസ്റ്റ് നമ്പർ വിളിച്ച് സ്റ്റേജിൽ കയറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് കുട്ടികളെയൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം തുടങ്ങാൻ പോവാണേ. എന്താവുന്നൊന്നും അറിയത്തില്ല കേട്ടോ. കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും അവർക്ക് വരുമേ. അമ്പൂന്റെ അംഗൻവാടിയിലേക്കും ഏറ്റവും തീരെ ചെറിയ കുഞ്ഞ് അമ്പുവാണ് കേട്ടോ. അപ്പം അവന് ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനും ഒക്കെ. എന്നാലും അവൻ ഇങ്ങനെ സ്റ്റേജിലൊന്നും കയറി പെർഫോം ചെയ്ത് പരിചയമില്ല കേട്ടോ. ഇവിടെ വന്ന കുട്ടികളെല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ എല്ലാ പ്രോഗ്രാമിനും. അമ്പൂന്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തു തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയി 4 പേർക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേനും അമ്പു ഇവിടെ കിടന്ന് ഭയങ്കര ഓട്ടമായിരുന്നേ. ബാലു അപ്പുറത്ത് ഊഞ്ഞാലാടാൻ പോയേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് 2 പേരെയും വിളിച്ചുകൊണ്ടിരുത്തി ചോറൊക്കെ വാരി കൊടുത്തു. സാമ്പാറും പരിപ്പും തോരനും അവിയലും പപ്പടവും ഒക്കെ ആയിരുന്നു കേട്ടോ കറികളായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ ഒരുക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ ടീച്ചർ. പഞ്ചാബിയായിട്ടായിരുന്നു കേട്ടോ കുഞ്ഞിനെ ഒരുക്കുന്നത്. അപ്പം ഒരുങ്ങാനും എടുക്കാനും ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കളിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നേ, കാരണം നന്നായിട്ട് ഉറക്കം വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേജിലും കയറി അവനൊന്നും ചെയ്തില്ല കേട്ടോ. നന്നായിട്ട് ഉറക്കം വന്ന് നിൽക്കുമായിരുന്നേ. എനിക്ക് സ്റ്റേജിൽ കയറി കളിക്കാഞ്ഞിട്ടോ അവന് സമ്മാനങ്ങൾ കിട്ടാഞ്ഞിട്ടോ ഒരു വിഷമവും ഇല്ല കേട്ടോ. കാരണം ആ സ്റ്റേജിലൊന്ന് കയറ്റി പെർഫോം ചെയ്യിക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നേ. അതുകൊണ്ട് തന്നെ ഈ പ്രോത്സാഹന സമ്മാനത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.